ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഈ പ്രഭാതത്തിലും ദൈവവചന കേൾവിക്കായി നമുക്ക് ഒരുങ്ങാം. ഇന്നത്തെ വായന ഭാഗം സദൃശവാക്യങ്ങൾ 12 മുതൽ 14 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ കുറിവാക്യം ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം. ഊസ് ദേശത്ത് ഇയ്യോബ് എന്നു പേരുള്ള ഒരു പുരുഷൻ ഉണ്ടായിരുന്നു. ഊസ് ദേശക്കാരനും മഹാധനികനുമായിരുന്ന വ്യക്തിയായിരുന്നു ഇയ്യോബ്. പീഡിപ്പിക്കപ്പെട്ടവൻ എന്നതാണ് ഇയ്യോബ് എന്ന പേരിൻ്റെ അർത്ഥം. ഇയ്യോബിനെ കുറിച്ച് തിരുവചനം പറയുന്നത് നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ആയിരുന്നു എന്നാണ്. ധാരാളം സമ്പത്തും ദാസജനവും മൃഗസമ്പത്തും ഉള്ള വ്യക്തിയായിരുന്നു ഇയ്യോബ്. അങ്ങനെ അവൻ സകല പൂർവ്വ ദിഗ്വാസികളിലും മഹാനായിരുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ ഏറ്റവും നീതിമാനായ ഒരു വ്യക്തി അനുഭവിക്കേണ്ടി വന്ന അതികഠിനമായ വ്യഥയെക്കുറിച്ചാണ് ഇയ്യോബിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇത്ര കഠിനമായ ജീവിത വ്യഥയുടെ മധ്യത്തിൽ ഇയ്യോബിൻ്റെ പ്രതികരണം എപ്രകാരമുള്ളതായിരുന്നു എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി, സഹിഷ്ണുതയുടെ മാതൃകയായിരുന്നു ഇയ്യോബ്. യഹോവയുടെ സന്നിധിയിൽ ദൈവദൂതന്മാർ വന്നു ചേർന്നപ്പോൾ അവരിൽ ഒരാളായ സാത്താൻ ഇയ്യോബിൻ്റെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുന്നു. ഇയ്യോബിന് വേദനിക്കത്തക്ക ഒരു സാഹചര്യമുണ്ടായാൽ തീർച്ചയായും ദൈവത്തെ പഴിചാരുമെന്നും തൻ്റെ വിശ്വാസം ത്യജിക്കുമെന്നും ഉറപ്പിച്ച് പറയുന്നു. അങ്ങനെ യഹോവയായ ദൈവത്തിൻ്റെ സമ്മതത്തോടെ സാത്താൻ ഇയ്യോബിനെ വിവിധ കഠിനമായ പരീക്ഷണങ്ങളിലൂടെ കടത്തിവിടുന്നു. എന്നാൽ സാത്താൻ്റെ ആഗ്രഹത്തിന് വിപരീത ഫലമാണ് അവിടെ ദർശിക്കുവാൻ കഴിയുന്നത്. എല്ലാ പരീക്ഷണങ്ങളെയും ഇയ്യോബ് സഹിഷ്ണുതയോടെ നേരിട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. സാത്താൻ അഥവാ തിന്മ എക്കാലത്തും ഉള്ള ഒരു സത്യമാണ്. ആ സത്യം മനസ്സിലാക്കി ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളുടെ മധ്യത്തിലും നാമും സഹിഷ്ണുതയുള്ളവർ ആയിരിക്കണം. ഇയ്യോബിനെ കുറിച്ച് യാക്കോബിന്റെ പുസ്തകം 5-ാം അധ്യായം 11-ാം വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാർ എന്ന് പുകഴ്ത്തുന്നു. യോബിന്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും കർത്താവ് വരുത്തിയ അവസാനം കണ്ടും ഇരിക്കുന്നു എന്ന്. രണ്ടാമതായിട്ട് ഇയ്യോബിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ദൈവസ്നേഹത്തിൻ്റെ നിറകുടമായ ഇയ്യോബ്. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ പ്രകടമാകുന്ന പ്രഥമ മുൻഗണന അത് ദൈവമാണ്. മക്കൾ, സമ്പത്ത് ഇവ നഷ്ടപ്പെടുമ്പോഴും, രോഗം തൻ്റെ ശരീരത്തെ കാർന്നു തിന്നുമ്പോഴും, ഭാര്യ തന്നെ മനസ്സിലാകാതെ പരിഹസിക്കുമ്പോഴും ക്രിസ്തുവിൻ്റെ ഭാവം പ്രകടിപ്പിക്കുവാൻ ഇയ്യോബിന് സാധിച്ചു. മാത്രമല്ല, തൻ്റെ പ്രിയ സുഹൃത്തുക്കളുടെ ആശ്വാസവാക്കുകളോ അവരുടെ കുറ്റപ്പെടുത്തലുകൾക്കോ വശംവദനാകുന്നില്ല ഇയ്യോബ്. ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ടു നിൽക്കുമ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുന്നു, ദൈവസ്നേഹം പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. അതിനാലാണ് തൻ്റെ സ്നേഹിതന്മാർക്കു വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഇയ്യോബിന് സാധിച്ചത്. ജീവിതത്തിൽ ഇത്തരം പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങളിലൂടെ സഞ്ചരിച്ചിട്ടുള്ളവരും ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവരുമാണ് നാം ഓരോരുത്തരും. എന്നാൽ ഇയ്യോബിനെ പോലെ സഹിഷ്ണുതയുള്ളവരാകുക, ഇയ്യോബിനെ പോലെ സ്നേഹമുള്ളവരാകുക. ഇയ്യോബിൻ്റെ ഈ ജീവിത രീതി ഇന്നു മുതൽ സ്വായത്തമാക്കുവാൻ തമ്പുരാൻ നമ്മെ പ്രാപ്തരാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഇയ്യോബിനെ പോലെ സഹിഷ്ണുതയുള്ളവരായി തീരുവാനും ദൈവസ്നേഹത്തിൻ്റെ നിറകുടമായി തീരുവാനും ഞങ്ങളെ ഓരോരുത്തരെയും ഇടയാക്കണമേ. ആമേൻ.